ഇനിയിപ്പോ സവാരി ഗിരിഗിരി എന്നുള്ള റൗണ്ടാണ്. ആ റൗണ്ടിൽ 4 ചോദ്യമുണ്ട്. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവർക്കും ഇനി അതിനെ പ്രത്യേകിച്ച് നമുക്കൊരു ആമുഖമായിട്ട് കുറെ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിനെ അറിഞ്ഞൂടാത്ത ഈ ലോകത്തിൽ ഒരു കുഞ്ഞായാലും അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും എല്ലാവർക്കും അറിയാം. The only one, Guinness Pakru. നമസ്കാരം പക്രുജി. ഞാൻ പറയായിരുന്നു, അറിയാത്തവരായിട്ട് ആരുമില്ല. കൊച്ചു പിള്ളേരായാലും ഏറ്റവും വലിയ അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും കോളേജ് പിള്ളേരായാലും എല്ലാവർക്കും ജീവന്റെ ജീവനാണ് പക്രു. അപ്പോൾ നമ്മുടെ സുചിത്ര നായരാണ് നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം നേടാം എന്ന ഈ ഷോയിൽ. ഹായ് സുചിത്ര, സുഖമായിട്ടിരിക്കണോ ചേട്ടാ? സന്തോഷം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ധൈര്യമായിട്ടിരുന്നു. താങ്ക്യൂ. ഓക്കേ. അപ്പം തീർച്ചയായിട്ടും പക്രുജി ഇതിനകത്ത് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. പറയാം നേടാം നമ്മുടെ ഒരു ഷോയാണ്. ഒരു അരമണിക്കൂർ രസകരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. പാട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ കുസൃതി ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു നോളജബിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ സവാരി ഗിരിഗിരി എന്നുള്ള ഒരു സെഗ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. 4 ചോദ്യമാണ്. പക്രുജിക്ക് നമ്മുടെ ശുചിയെ ഈ 4 ചോദ്യങ്ങൾക്കും വേണമെങ്കിൽ സഹായിക്കാം. കുഴിയിൽ കൊണ്ടിടണമെങ്കിൽ ഇടുകയും ചെയ്യാം. അയ്യോ, കുറെ നാളായി ഒരാളെ കുഴിയിൽ കൊണ്ടിട്ടിട്ട്. ചേട്ടാ, കുഴിയിൽ കൊണ്ടിടാനുള്ള ഒരു ഐറ്റമാണ്. അല്ല, അത് ഞാൻ കുട്ടേട്ടനോട് ചോദിക്കാനിരിക്കരുത്. നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യണം? എന്താണ്, അനുഭവപൂർവ്വമായിട്ട് വേണോ അതോ നമുക്ക് 2 പേർക്കും കൂടെ എടുത്ത് കുഴിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരിക്കലും നടക്കില്ല. ഒരു 5-6 പേരുണ്ടെങ്കിൽ നമുക്ക് മത്സരിക്കാം. ഒരു ഗുസ്തി തന്നെ വേണ്ടി വരും. അയ്യോ, അപ്പോ കുട്ടേട്ടൻ പറഞ്ഞ പോലെ സഹായിക്കാൻ വേണ്ടി വന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സഹായിക്കാം. എന്നാൽ കഴിയാവുന്ന തരത്തില് ഞാൻ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോ നമ്മള് കേറുകയാണ് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ജഗന്നാഥിനെ കാണാനെത്തുന്ന നയൻതാര എന്ന കഥാപാത്രം ഏത് വിഷയത്തിലാണ് റിസർച്ച് ചെയ്യുന്നത്? എ അസ്ട്രോളജി, ബി ആർക്കിയോളജി, സി ന്യൂമറോളജി. ചേട്ടാ 20 seconds. ചേട്ടാ, ഏറ്റെടുത്തോ. 20 സെക്കൻഡേ ഉള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ആർക്കിയോളജി ആണെന്ന് തോന്നുന്നു. ആർക്കിയോളജി. അദ്ദേഹത്തിന് തോന്നിയത് ആർക്കിയോളജി എന്നാണ്. അദ്ദേഹത്തിന് എനിക്ക് നല്ല പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചതിക്കാൻ ഇത്രയും ബിരുദനെ നമുക്ക് കാണാൻ പറ്റും. അയ്യോ, അല്ല, അതുകൊണ്ടല്ല. നമ്മുടെ നായിക കഥാപാത്രം വരുമ്പോ ആ വീടിനെ കുറിച്ചും എനിക്ക് ഇവിടെ ചുറ്റി നടന്ന കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ ബംഗ്ലാവിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കിയോളജി വഴി അത് പുരാവസ്തു ലൈനിലുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ബി ആർക്കിയോളജി ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പൂട്ടിയത് അവിടെ ഇരിക്കട്ടെ. പക്രുജി, പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് തമിഴാണ് കുട്ടേട്ട. പ്രഭുദേവ സാറിന്റെ കൂട്ടത്തില് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ത്രൂട്ട് വേഷമാണ്. ബഗീര എന്നാണ് പടത്തിന്റെ പേര്. ഇപ്പോ ഈ ഒരു 2 ദിവസമായുള്ളൂ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എത്തിയതേ ഉള്ളൂ. സിനിമ തീർന്നു. കാരണം അതെ, മദ്രാസിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. ലോക്ക്ഡൌണിൽ അതിന് മുന്നേ തുടങ്ങിയ ഒരു പടമാണ്. ഒരു 6-7 മാസമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഈ കോവിഡ് കാലത്തിനിടയിലും കോവിഡിനിടയിലും ഒരു 3-4 ദിവസം പോയി ഇവിടുന്ന് അവിടെ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വല്ലതും കിട്ടുമോ മലയാളത്തില്? തമിഴിലേക്ക് പോയി. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തമിഴിൽ പോയി ഓരോ പടങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഫുൾ ടൈം മലയാളത്തിന് പുതിയ കഥാപാത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, പക്രു അറിഞ്ഞായിരുന്നു നമ്മുടെ ശുചിക്ക് ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു അറ്റം വരെ കൊണ്ടെത്തിച്ചു. കാരണം ഞാനൊരു മനഃശാസ്ത്ര വിദഗ്ധനായിട്ട് ഞാൻ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ. അതൊക്കെ പോയി, അതൊക്കെ ചീറ്റി. ഞാനും അറിഞ്ഞായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ഇലക്ട്രിക്കൽ ബിസിനസ്മാനെയാണ് സോഷ്യൽ മീഡിയയിൽ. 2 പേർക്കും കൂടെ സൈക്കോളജിക്കൽ മൂവില് വേണമെങ്കിൽ പറയിപ്പിക്കാൻ തോന്നിയേട്ടാ. ചോദിക്കും. എന്നെക്കാൾ എന്തുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ കൂട്ടം തന്നെ എടുക്കാൻ. അല്ല, ഞാൻ എടുത്തൊരു പരിധി വരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതായത് ഒരു ബിസിനസ്മാൻ ആണ്, ഇലക്ട്രിക്കലുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനി ബാക്കി ചോദിക്കേ. അയ്യോ, ഇതൊന്നും അങ്ങനെയൊന്നും അല്ല.
അല്ല അങ്ങനെയൊന്നും പറയരുത്. ഇവിടെ ഒന്നും വന്നിരുന്നു പ്രത്യേകിച്ച് ശ്രീകുട്ടൻ ചേട്ടന്റെ മുന്നിൽ വെച്ച് അവിടെ വരെ ഒന്നും ഒരിക്കലും കൊണ്ടുവന്ന് എത്തിക്കരുത്. അത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര പറയുന്നതാണ് സമാധാനം. ആ കണ്ണാടി തന്നെ ഒരു സൈക്കോളജി എടുത്തോണ്ടിരിക്കുകയാണ് മുഴുവൻ. ആ നോട്ടം കണ്ടില്ലേ, സ്വാംശീകരിച്ചോണ്ടിരിക്കുകയാണ്. മിക്കവാറും തന്നെ പറയേണ്ടി വരും. കണ്ണിലോട്ടൊന്നും നോക്കല്ലേ, സൂക്ഷിക്കണം. ഒരു കാര്യം പക്കൂറിനങ്ങ് പറഞ്ഞു കൊടുത്തരും. അയ്യോ, അങ്ങനെ ഒരാളില്ല. ഉണ്ട്. ആദ്യത്തെ ഇതിനകത്ത് പൊട്ടിച്ചിട്ട് പിന്നെ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് സമ്മതിക്കത്തില്ല. അയ്യോ, സത്യമായിട്ടും ഇല്ല. അല്ലെ, ഒറ്റ കാര്യമുള്ളൂ പക്രുജി. കാരണം ഇതിനകത്ത് 2 സിനിമയിൽ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിനെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണ്. അത് ശരിയാ. അതുകൊണ്ട് നമുക്ക് 2 സിനിമയിൽ അഭിനയിച്ചിട്ട് 1-2 ചെയ്യാം എന്നുള്ളൊരു ഇതല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ കളയാനുള്ള പരിപാടിയാണ്. അല്ല അങ്ങനെയല്ല. 2 സിനിമ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കട്ടെ. പുള്ളി തീരുമാനിക്കട്ടെ വേണോ വേണ്ടോ. നോട്ട് ദ പോയിന്റ്. അയ്യോ, 2 സിനിമ ചെയ്ത് കഴിയുമ്പോ പുള്ളി വിചാരിക്കട്ടെ വേണോ വേണ്ടേന്ന്. അപ്പൊ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി അവിടെ നിൽക്കട്ടെ. ഇതാണ് കാര്യം. ഇതാണ് നമ്മൾ പിടിക്കുന്ന പിടുത്തം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിക്കണം, ഒന്നും പറയരുതെന്ന്. അപ്പം ബി ആർക്കിയോളജി ആണ് നമ്മൾ പൂട്ടി വെച്ചിരിക്കുന്നത്. ആർക്കിയോളജി ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. സവാരി ഗിരിഗിരിയിൽ 2ാമത്തെ ചോദ്യം ഇതാ. ജഗന്നാഥനെ അറസ്റ്റ് ചെയ്യാനെത്തുന്ന ഭരതൻ SIയെ വിളിക്കുന്ന മേലുദ്യോഗസ്ഥൻ ആരാണ്? എ റൂറൽ SP അശോകൻ, ബി DGP അശോകൻ, സി അശോകൻ IPS. കൺഫ്യൂഷൻ ചേട്ടാ, ഒരു വഴിയില്ല. കൺഫ്യൂഷൻ തീർക്കണം. എനിക്ക് ഓർമ്മയുണ്ട് ആ സീന്. ഇന്നസെൻസ് ഇങ്ങനെ അവിടെ കിടന്ന് ഓടുന്നത്. അശോകനാണ്. റൂറൽ SP. ശരിയാ. അല്ലേ? അതെ. റൂറൽ SP. പറയുന്ന ഒരു രീതി. അതെ. ശരിയാ. എ റൂറൽ SP അശോകൻ. അതെ. ഞാൻ എടുത്തിട്ട് എനിക്ക് പൂട്ടാനൊന്നും വയ്യ കേട്ടോ. റൂറൽ SP ആണ്. എന്തായാലും എടുത്തിട്ട് പൂട്ടി. എനിക്ക് എൻ്റെ ഒരു തലയിലൊരു തല വയ്ക്കണേ. ഭീമൻ രഘുവിനെയൊക്കെ എടുത്തിട്ട് പൂട്ടാനേ. ഒന്ന് ആലോചിച്ച പക്രുണ്ണ. എന്തായാലും ഞാൻ അങ്ങേര് എന്നെ അടിക്കാതിരിക്കട്ടെ. എ റൂറൽ SP അശോകനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. അപ്പൊ നമുക്കൊരു ചെറിയൊരു കുസൃതി ചോദ്യം. ഈ കുസൃതി ചോദ്യത്തിന് എന്നെ സുചിത്ര സഹായിക്കുമോ? ഞാൻ 2 എണ്ണത്തിൽ പെട്ടിരിക്കായിരുന്നു. കോടികൾ മുടക്കിയാലും കിട്ടാത്ത ദാനം എന്താണ്? സ്നേഹം. കോടികൾ മുടക്കിയാലും കിട്ടാത്ത ദാനം എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞു. ഒന്ന് സഹായിച്ചു കൊടുക്കൂ. മനസമാധാനം. മനസമാധാനം. നിങ്ങളുടെ മെഗാ സീരിയലിൽ ഇല്ലാത്തൊരു ഐറ്റം ആണത്. അതെ, മനസമാധാനം. അതല്ല സുചിത്ര അവിടെ ഇരുന്ന് മനസമാധാനം പോയ സുചിത്രയ്ക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ല. കുട്ടേട്ടന്റെ ചില ഭീകരമായ ക്വസ്റ്റ്യൻസിന് മനസമാധാനം പോയിട്ടിരിക്കുകയാണ് സുചിത്ര. അതെ, സത്യം. എന്താ നക്ഷത്രം എന്ന് പറഞ്ഞ്? ഉത്രാടം. ഉത്രാടമാണ് നക്ഷത്രം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾറെഡി എൻഗേജ്ഡ്. പിന്നെ സുചിത്രയുടെ മനസ്സിലെ പുരുഷ സങ്കല്പം എന്താണ്? പുരുഷ സങ്കല്പം അത് ചോദിച്ചായിരുന്നോ ചേട്ടൻ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. എനിക്ക് പേടിയാ. ഇത്രയൊക്കെ കൊളാക്കിട്ട്. സുചിത്ര എങ്ങനെയാ പാട്ട് പാടുന്നവരെ ഇഷ്ടമാണോ അതോ സുചിത്ര പാട്ട് പാടുമോ? ഇല്ല, ഞാൻ പാടില്ല. പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഞാനോ? 2 വരി. ശരി, സുചിത്ര പറഞ്ഞുകൊണ്ട് കുട്ടേട്ടന്റെ അനുവാദത്തോടെ 2 വരി. ഓക്കെ. ചെമ്മാനം പൂത്തെ തൊടുസിന്ദൂരം തൊട്ടേ പനയോല കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ. ചെമ്മാനം പൂത്തെ തൊടുസിന്ദൂരം തൊട്ടേ പനയോല കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.
ഉണ്ടോ, ഒരു ആർട്ടിസ്റ്റാണ്. കാരണം എന്ത് പറഞ്ഞാലും അത് ആ സമയത്ത് തന്നെ തട്ടിയും കൂടും. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് റൂറൽ SP അശോകൻ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി. താങ്ക് യു ചേട്ടാ. എന്റെ അടുത്തല്ല താങ്ക് യു ചേട്ടാ.